ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്നു വീണതിനാൽ പെട്ടുപോയതായിരുന്നു ബിന്ദു. അതിനിടയിലെ തെരച്ചിൽ ഒക്കെ നടത്തിയവരെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. അതിനുശേഷം വൈകുന്നേരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. ഒരു കുടുംബത്തെ സംബന്ധിച്ച് വലിയ തോതിൽ വലിയൊരു നഷ്ടം, വലിയ ആഘാതം തന്നെയാണ് ഉണ്ടായിരുന്നത്. മകളുടെ ചികിത്സാർത്ഥം കോട്ടയം മെഡിക്കൽ കോളേജിൽ വരികയും മകൾക്ക് കൂട്ടിരിക്കുന്നതിനിടയിലാണ് അമ്മയ്ക്ക് ഈ ദുർവിധി ഉണ്ടായത്. ഇന്നലെ ആ കെട്ടിട സമുച്ചയ ആ ഒരു ബ്ലോക്ക് തകർന്നു വീഴുന്നതിനിടയിൽ പെടുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ മകൻ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുമ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലയോലപ്പറമ്പിൽ ഇപ്പോൾ ജോസിൽ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞൊക്കെ ഇപ്പോൾ ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ആ വീട്ടുവളപ്പിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നിശ്ചയിച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ്. വലിയ നിലയ്ക്കൊരു നാടിനെ വല്ലാതെ വേദനിപ്പിച്ച, ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പോൾ ഏതായാലും സർക്കാർ അതേ തുടർന്ന് ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി വി എൻ വാസവൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ആ കുടുംബത്തെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകും എന്ന് സർക്കാർ പറയുകയുണ്ടായി. അല്ലെങ്കിൽ മന്ത്രി സർക്കാരിനെ പ്രതിനിധീകരിച്ച് വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പോൾ തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് അടിയന്തര സഹായമായി സംസ്കാര ചടങ്ങുകൾക്കായി 5,00,000 രൂപ അനുവദിച്ചു. ഇനി സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്ന് ആ കുടുംബത്തിന് നൽകേണ്ട സഹായത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള ആലോചനകൾ നടത്തും. അതുപോലെ മക്കളിൽ ഒരാൾക്ക് ജോലി നൽകുന്നത് പോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ ഏതാണ്ട് നീങ്ങാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ജനപ്രതിനിധികളും പ്രതിപക്ഷ നിരയിലെ നേതാക്കളും എല്ലാവരും പല നിലയിൽ എല്ലാവരും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളൊക്കെ അവിടെയുണ്ട്. CPIM നേതാക്കൾ അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി വി എൻ വാസവനാണ് ഇതേക്കുറിച്ച് സംസാരിച്ചത്. വൈകുന്നേരം ആ വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കാര്യം പറയുകയുണ്ട്. ഇന്നലെ ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മെഡിക്കൽ കോളേജിൽ എത്തുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു ഈ ഇന്നലെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെയാണ് ഈ സംഭവങ്ങൾ. അതേസമയം തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും ഒക്കെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി പ്രതിപക്ഷ രാഷ്ട്രീയ ആയുധമായി തന്നെ അതിനെ ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രതിഷേധ സമരങ്ങൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കോട്ടയത്തും തിരുവനന്തപുരത്തുമൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ തലയോലപ്പറമ്പിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ജോസിൽ അവിടെ നിന്ന് ചേർന്നു. ജോസിൽ, സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മകൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു അല്ലേ? തീർച്ചയായും ശരത്ത്, വളരെ വേദനാജനകമായ കാഴ്ചകൾ. മകൻ നവനീത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാവിലെ 8:45 ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് ഇന്നലെ മുട്ടുചിറ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം 8:45 ഈ മൃതദേഹം ഇവിടെ സമീപത്തുള്ള ഈ വീടിന് സമീപത്ത് തന്നെ താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു പന്തലിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്ത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തുണ്ട്. അതുപോലെ CPMൻ്റെയും CPIയുടെയും മറ്റു പ്രതിപക്ഷ കക്ഷികളുടെയും എല്ലാം നിരവധി നേതാക്കൾ ഇപ്പോൾ ഇവിടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെയുണ്ട്. ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിരവധി ആളുകൾ അത്തരത്തിലെത്തുന്നത് കൂടാതെ തന്നെ ഒരു നാട് തന്നെ, നാടിൻ്റെ പരിച്ഛേദം തന്നെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം അത്രയേറെ പെട്ടെന്ന് ഒരു വാർത്തയറിഞ്ഞൊരു അപകടം അറിഞ്ഞ് പല സ്ഥലങ്ങളിൽ എത്തിയ ആളുകളെ മാത്രമല്ല, ഇവിടെ കണ്ണ് നിറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് എത്തുന്ന നിരവധി സ്ത്രീകൾ, നാട്ടുകാരായ ആളുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു ബിന്ദു എന്ന കാര്യത്തിൽ സംശയമില്ല. മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചടങ്ങുകൾ നടത്തുന്ന, ഇതിൻ്റെ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നവനീത് വലിയ നിലവിളി നടത്തി. കാരണം അത്ര പ്രിയപ്പെട്ട അമ്മ മകന് വേണ്ടി ഒരു നമുക്കറിയാം, ഒരു സാധാരണ കുടുംബമാണ് ഇവരുടേത്. ഒരു വീടിൻ്റെ പണി പോലും പൂർണ്ണമാക്കാൻ പറ്റാത്ത ഒരു 2 മുറിയുള്ള ഒരു ചെറിയ വീട്. വീടിൻ്റെ വേണ്ടിയല്ല ആ മാതാപിതാക്കൾ പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ഇവിടെ ഈ മക്കളുടെ 2 പേരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു പിതാവും ഒരു മാതാവും. പിതാവ് ഒരു നിർമ്മാണ തൊഴിലാളിയാണ്, മാതാവ് ഒരു വസ്ത്രവ്യാപാരി. ബിന്ദു ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് ഈ മക്കളെ 2 പേരെയും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അത്യുദ്ധാനം നടത്തിയത്.
അതിൻ്റെ ഒരു ഫലമായിട്ടാണ് മകൻ നല്ല രീതിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിൻ്റെ ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ, ഒരു മാസം പൂർത്തിയാക്കി ആദ്യ ശമ്പളം കിട്ടി ആ പണം കൊണ്ട് പെങ്ങളുടെ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ആ മകൻ നടത്തിയത്. ഏതായാലും അതിനു മുമ്പ് തന്നെ ഈ മാതാപിതാക്കൾ മകൾക്ക് BSc നഴ്സിംഗ് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗിന് വേണ്ടി ചേർത്ത ഈ കുട്ടിക്ക് കഴുത്തിന് വേദനയുണ്ടായി നിരവധി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നു. പക്ഷേ അതിന് മാറ്റമുണ്ടായില്ല. അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിലാണ് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ചികിത്സയ്ക്കായിട്ട് ഈ കുടുംബം വരുന്നത്. അതിൻ്റെ പരിശോധനകളെല്ലാം ക്രോമ കെയർ വാർഡിൽ അഡ്മിറ്റായി അതിൻ്റെ പരിശോധനകളെല്ലാം നടത്തി അതിൻ്റെ സർജറി അടക്കം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ കടന്നിരുന്ന ഈ ക്രോമ കെയർ വാർഡിനോട് ചേർന്നുള്ളൊരു പ്രദേശത്താണ് വർഷങ്ങളായി ഉപയോഗത്തിലില്ലാത്ത ഈ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗത്തിലില്ലായിരുന്ന മറ്റ് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശത്ത് ഈ ചില ആളുകളൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ വാർഡിലെ തിരക്കൊക്കെ കൊണ്ട് ആളുകൾ ഈ അവിടെ പോയി ഇരിക്കാറുണ്ട്. ചിലർ ഉപയോഗശൂന്യമാണെങ്കിലും അവിടെ ബാത്റൂമിലൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പോയ 1-2 ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ആണ് ഈ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ബിന്ദു അതിൽ അടിപ്പെട്ടു പോകുന്നത്. ഏതായാലും വളരെ ശ്രമപ്പെട്ട് അവിടെ JCBയും ഹിറ്റാച്ചിയും എല്ലാം ചുറ്റിനും കെട്ടിടങ്ങളുണ്ടെങ്കിൽ പോലും ആ പരിസരത്തേക്ക് എത്തിച്ച് അവിടെ ബിന്ദുവിനെ പുറത്തെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നറിയാം. വളരെ വേദനാജനകമായൊരു സംഭവമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഏതായാലും ഇപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകളുടെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. മകൻ നവനീത് ആണ് ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് നടത്തുമെന്ന് പറഞ്ഞത് പിന്നീട് 11 മണിക്ക് മാറ്റി 12 മണിക്ക് എത്തി. ഇപ്പോൾ 1 മണി പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാടിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ ഈ ബിന്ദുവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, യാത്രയാക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരത്ത്.